ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതവും. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം അന്നത്തെ ദിവസത്തിൽ രാവിലെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ ഇന്ന് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടി വെച്ചിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസാല കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കടലക്കറി അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതേക്ക് നെയ്യൊക്കെ ചേർത്തുകൊണ്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മൈദ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല രുചിയാണല്ലോ. അപ്പോൾ നമുക്ക് 2 മണി പ്ലാന്റ് നിലയൊക്കെ കൂടുന്നതെന്നാണ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ചല്ല കേട്ടോ, ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ആകെ കൊളായിട്ടോ കലത്തപ്പം ഉണ്ടാക്കിയത്. ഞാനിത് ചെയ്തത് ധൃതിയുള്ള പണീൻ്റെ ഇടയിൽ കൂടെയാണ് ചെയ്തത്. കാരണം പോവുകയാണെങ്കിലും ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെന്ന്. പിന്നെ ഞാനും മോനെ പോകണുള്ളൂ കേട്ടോ, മോളും കൂടി. അപ്പോൾ അവർക്ക് ഉച്ചക്കൊക്കെയുള്ള ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്. അപ്പോൾ ഈ തിളച്ച ഞാൻ ശർക്കരപ്പാനിയാണ് ഈ പൊടി കൊഴിച്ചു കൊടുത്തത്. അത് കാരണം ഈ പൊടി അപ്പം തന്നെ ഒന്നും വെന്ത് കട്ട കുത്തിയിട്ട് തിളച്ച പാട് ഒഴിച്ചു കൊടുത്ത കാരണം അതുകൊണ്ട് തന്നെ കലത്തപ്പം നേരായി കിട്ടിയില്ല കേട്ടോ. കലത്തപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടലുണ്ടായിരുന്നു. പിന്നെ ഞാൻ നെയ്യിൽ തേങ്ങ ഒക്കെ വറുത്തുങ്ങാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 നുള്ളു ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും അതുപോലെ എള്ളൊക്കെ ചേർത്തുങ്ങാണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊടിയിൽ ഉപ്പിട്ടുകൊണ്ടാണ് ഒന്ന് ഇളക്കിയെടുത്തിട്ടാണ് ശർക്കര പാനി ഒഴിച്ചത്. ശർക്കര പാനി അടുപ്പത്ത് നിന്ന് എടുക്കലും ആ തിളച്ചിങ്ങോണ്ടിരിക്കുന്ന സമയത്ത് പൊടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഓർമ്മയില്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഒന്നും ഉഷാറായിട്ട് കിട്ടിയില്ല. അത് പിന്നെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയത്. കുക്കറാണെങ്കിൽ കുറച്ച് തീ കൂടുകയും ചെയ്ത് ഞാൻ നോക്കാനും ഓരോ കാര്യത്തിൽ അടിക്കാനും തുടക്കാനൊക്കെ ഓരോന്ന് നിന്ന് പിന്നെ പോകാനുള്ള ധൃതിയായിരുന്നു. അപ്പോൾ സാധനം കരിഞ്ഞു പോവുകയും ചെയ്ത് സംഭവം കേടും വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ കുട്ടികളൊക്കെ കുറച്ചൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ മേലെ നിന്നൊക്കെ പിന്നെ ഞാൻ മോളുവിനൊക്കെ ഒരുക്കി കൊടുത്തിട്ട് ഇതാ അവിടെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നല്ല സന്തോഷമാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ല ഉണ്ടാവുക അല്ലേ. പിന്നെ മോളുവിനൊക്കെ ഭയങ്കര കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ അങ്ങനെ എത്തിക്കണം. നമ്മൾ ആങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ഇന്ന് ഉച്ചത്തെ ഭക്ഷണം. അപ്പോൾ ഉച്ചനെ മുമ്പായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങളുടെ വണ്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ പള്ളിയാണ്. പിന്നെ ഇതവിടെ റോഡിന് വെക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ മോളുവിന് ഇവിടെ വന്നാൽ അവിടെ നല്ല കളിക്കാളുണ്ട്. അതേ പ്രായമുള്ള കുട്ടികളുള്ള കാരണം നല്ല സന്തോഷമാണ് കേട്ടോ കളിക്കാനും. അവൾക്ക് നമുക്ക് ഇവിടെ അങ്ങനെ കുട്ടികളൊന്നുമില്ലല്ലോ, അവൾക്ക് പാകത്തെ കുട്ടികളൊന്നുമില്ല കളിക്കാൻ. അതുകൊണ്ട് തന്നെ അനിയത്തി വന്നിട്ടുണ്ട്, അനിയത്തിൻ്റെ മക്കളുണ്ട്. അവരൊക്കെ കൂടെ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നൈക്കന്നെ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയെന്ന്. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒന്നും അയച്ചില്ല കേട്ടോ. ഇജിപ്പോൾ ഒന്നും ചെയ്യണ്ട ആണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആട്ടിയിട്ട് അപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് പോയിട്ടും കണ്ട് തന്നെ വന്നതാണ്. അപ്പോൾ അവിടെ ബിരിയാണീൻ്റെ പരിപാടി എല്ലാ പരിപാടിയും സെറ്റപ്പ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അവിടെ എല്ലാവരും കൂടിയിട്ട് അവിടെ കഴിച്ചിട്ടോ. പിന്നെ മോളുവിന് ഭയങ്കര ഡാൻസ് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മൾ ഫോണിലൊന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓളിൽ നിന്ന് ഇങ്ങനെ ചാടി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോഡി എടുക്കുക എന്നൊക്കെ പറയും എന്നോട് കേട്ടോ. അപ്പോൾ ഓളൊന്ന് കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. കുട്ടികളും പിന്നെ ഉപ്പയും ആങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറൊക്കെ ഉണ്ട്. ചെറിയതായിട്ടാണ് മാങ്ങ അച്ചാറിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങോട്ട് നുറുക്കിയെടുത്ത് ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് ആക്കിയതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എത്ര അച്ചാറിട്ടാലും വേറെ എവിടെയെങ്കിലും കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അടുക്കളയിൽ നിന്നൊക്കെ നാത്തൂനൊക്കെ പോയതിൻ്റെ ശേഷം അവിടെ ഒന്ന് കാണിച്ചാനിട്ട് ഇതാനിട്ട് അടുക്കള വലിയ സെറ്റപ്പൊന്നും ഇല്ലാതെ സാധാ ഒരു അടുക്കളയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ അവരൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അതുപോലെ വെച്ചതേന്ന് ചൂടാറുണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കണത്. അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളെ വിശന്ന സമയത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല സുഖമാണല്ലോ അല്ലേ. മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ അച്ചാർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത്ര ഇങ്ങോട്ട് ചെറുതാക്കിയിട്ടുള്ള മാങ്ങച്ചാറാണ്. പിന്നെ ഇതിലേക്ക് കച്ചമ്പറൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ച് പിന്നെയുണ്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ പോയത്.
അപ്പം നോമ്പ് രാവും തിരക്കും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടൻ നമ്മളെ പോക്കും. അപ്പം നോമ്പൊക്കെ ആണതിൻ്റെ മുന്നേ ഒരു ദിവസം കൂടി അവിടെ പോയിട്ട് ഉപ്പാൻ്റെ കൂടെ ഒന്ന് നിൽക്കാന്നുള്ള പൂതിക്ക് പോയതാണ്. അപ്പോൾ അനിയത്തി വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇല്ലല്ലോ, അപ്പോൾ ഉപ്പൊക്കെ ഉള്ളത്, അപ്പോൾ അവരെ കൂട്ടത്തിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ നോമ്പിന് ഇതുപോലെ കിട്ടില്ല. പിന്നെ നമ്മൾ നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞ കാരണം പിന്നെ മനസ്സിനൊരു സന്തോഷം ഉണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ഉഷാറാക്കിയത് അതുകൊണ്ടാണ്. അപ്പം നമ്മളിതാ ആങ്ങളുടെ വീട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് പോരുകയാണ്. എൻ്റെ മോളുവിനിത് എൻ്റെ ആങ്ങളുടെ അതേ പ്രായമുള്ളൊരു കുട്ടി ഉണ്ട് കേട്ടോ. അവളായിട്ട് ഭയങ്കര കളിയുന്നു. അപ്പോൾ അവളായിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഓളൊന്നും കൂടി ഇങ്ങനെ ആളാവൂട്ടാ, ബാക്കൊക്കെ നോക്കാനും ചിരിക്കാനൊക്കെ നിൽക്കും. അപ്പം നമ്മൾ വന്നേക്കന്നതാ ഈ ഭാഗത്തൊക്കെ ഒന്നുകൊണ്ട് വന്ന് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ അവിടെ ഒന്നുകൊണ്ട് വന്ന് നോക്കാനുള്ള ഭയങ്കര ഒരു പൂതിയാണ് കേട്ടോ. അങ്ങനെ വീടൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അങ്ങനെ അതാ നമ്മളകത്തൊക്കെ കയറിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാൻ എന്താ ഉള്ളത് നോക്കുമ്പോൾ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഈ ഭയങ്കര ചൂടും ദാഹവും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഭയങ്കര ഒരു പൂതിയാണല്ലോ. അപ്പോൾ പേരൊക്കെ ഉണ്ടായിരുന്നു എടുത്തിട്ട് അവൾക്ക് എടുത്തിട്ട് കഴുകി എടുത്തിട്ട്, അപ്പോൾ ഞാനല്ലോട്ടെ ചെയ്യണത്, താത്താൻ്റെ മോളാണ്. അപ്പോൾ അവൾ ഇതാ ഒക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പേരൊക്കെ ജ്യൂസ് അടിക്കലുണ്ടായിട്ട് ഞാൻ. അപ്പോൾ അവൾ പറഞ്ഞ് ഇത് ജ്യൂസ് അടിച്ചാൽ നല്ല രസം ഉണ്ടാവും തന്നെ, കുടിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയിട്ടാണ്. ഇത് നന്നായിട്ടുണ്ട് അരച്ചെടുത്തു. പക്ഷേ ഇതിൻ്റെ കുരുവൊന്നും അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ അരിപ്പ വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്തിട്ട് കുരു മാത്രം റിമൂവ് ചെയ്തെടുത്ത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടിട്ട് അത്യാവശ്യം കട്ടിയിൽ ചെയ്യുന്നിട്ട് ജ്യൂസ് നല്ല തണുപ്പിൽ. പിന്നെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് വിഞ്ഞു അടിച്ച് നല്ല തണുത്ത വെള്ളത്തിലൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ അങ്ങനെ ഓരോന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നല്ല മാങ്ങാച്ചാറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങാച്ചാറ് കണ്ടപ്പോൾ അപ്പം തന്നെ ഒന്ന് കഴിച്ചു നോക്കാനൊരു പൂതി. അപ്പം നമ്മൾ കുറച്ച് സ്പൂൺ എടുത്തുങ്ങാണ്ട് ഒരു കഷ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കാനുണ്ട്. അപ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ട്, സംഭവം അടിപൊളി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് മാങ്ങാച്ചാറ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതാ ജ്യൂസ് അടിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അതാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ പറഞ്ഞ് ഇത് അരിക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരുക്കെ നമുക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് തന്നെ. ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് ഞങ്ങളൊക്കെ കൂടെ കഴിഞ്ഞ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ അതാ ഭയങ്കര കളിയാണ് കേട്ടോ. ബെഡ്റൂമിൽ കയറിയിട്ട് അങ്ങനെ അവർക്കൊക്കെ പിന്നെ ഓരോ ഗ്ലാസ് ജ്യൂസൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾക്ക് ഇതാ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുടിക്കാണ്ട്. അപ്പോൾ നല്ല തണുപ്പും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞത് നീക്ക് പാലൊന്നും ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തന്നെ ഉണ്ട് അടിച്ചാണ്ട് പേരക്ക തന്നെ. അപ്പോൾ പേരക്ക ഇതുപോലെ ജ്യൂസ് അടിക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ അടിച്ച് നോക്കുക, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പിന്നെ അതാ മക്കൾ ചെയ്യണ പണിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങൻ്റെ സീസൺ പറഞ്ഞാൽ നല്ല മാങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളെ തറവാട്ടിൽ നല്ല മാങ്ങയാണ്, ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിമന്നതാ കുട്ടികൾ എടുത്തിടുന്നിട്ട് കല്ലും വെച്ചിട്ടൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വായലൊക്കെ ഇട്ടിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ച് മുളക് എന്താ പറയുക വെളിച്ചെണ്ണ എല്ലാതും ചേർത്തിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ തിരുമ്മി എടുക്കേണ്ട. അപ്പോൾ നമ്മളും അതിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. അപ്പോൾ അകത്തത്തെ പ്രവേശനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതാ പുളിയച്ചാറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും കൂടി കൂടുമ്പോൾ ഓരോന്ന് ഇങ്ങനെ കഴിക്കാനും ഓരോന്ന് കാട്ടാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിയാൽ ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. ഇതുപോലെ എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാതും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനും. അപ്പോൾ അതാ പുളിയച്ചാറൊക്കെ ഇട്ടത്. അപ്പോൾ എൻ്റെ മോളൊക്കെ ഇങ്ങനെ മുമ്പുണ്ട്, മോളുവിൻ്റെ കൗത്തിൽ ഒരു ദസ്വിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ദസ്വി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊരിക്കടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് സുഖിയാനൊക്കെ തിന്നുകയാണ്. അപ്പോൾ നമ്മൾ തിന്നണമെങ്കിൽ തന്നെ കുട്ടിയൊക്കെ ഇങ്ങനെ കടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വായലൊക്കെ വെച്ച് കൊടുക്കാനിട്ടാ. അപ്പോൾ അതാ പുളിയച്ചാറ് എൻ്റെ മോള് പറഞ്ഞു ഇതിന്ന് കിട്ടണില്ല എന്നിട്ട് അവൾക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അകത്ത് വന്നപ്പോൾ ഇതാ പൊരിക്കടിയൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പക്കവട. അതിക്കിതാ നമ്മൾക്ക് പഴംപൊരി ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നാടൻ ഭാഷ കേട്ടോ. നാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ +2 വരെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ ഭയങ്കര എല്ലാവർക്കും നാടൻ ഭാഷയാണ് കേട്ടോ സംസാരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇതും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് പറയാം. അപ്പോൾ പുറപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണെന്ന് കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. സുഖിയനുണ്ട്, അതുപോലെ പഴംപൊരി ഉണ്ട്, കൊക്കവട ഉണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പിൽ ചൂടുള്ള ചായയൊക്കെ എടുത്തിട്ട് കുടിക്കുകയായിരുന്നു. പിന്നെ വൈകുന്നേരം രാത്രിയിലാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറേ വീഡിയോ എടുത്തിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇതിന്ന് മിക്സ് ആയിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഓള് ഉണ്ടാക്കണതൊക്കെ എടുത്തിരുന്നു, അതൊന്നും ഇത് കാണുന്നില്ല. പിന്നെ ഇതാ സാമ്പാറുണ്ടായിരുന്നു.
സാമ്പാർ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ മാങ്ങാച്ചാർ എടുത്തിങ്ങനെ. അപ്പോൾ നമ്മൾ ചെറുതാക്കി നോക്കിയ മാങ്ങാച്ചാറുണ്ട്. പല ഐറ്റത്തിലൊക്കെ മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്. മാങ്ങ നല്ല ഉണ്ടല്ലോ, അപ്പോൾ പല രൂപത്തിലൊക്കെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാച്ചിട്ട് ഞാൻ വേറെ ആയിട്ട് അച്ചാറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇത് രാവിലക്കത്തെയാണ്. അപ്പോൾ രാവിലെ മക്കളെ നമ്മൾ 8:30 കേട്ടോ നീച്ച് വരുന്നത് അടുക്കളയ്ക്ക്. അപ്പം നമ്മൾ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ചായ കുടിച്ചിരിക്കണ്. സംഭവം ഇന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ തന്നെ കിടന്നാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ വരുമ്പോഴല്ലേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമ്മൾ സ്വന്തം വീടാകുമ്പോൾ സമാധാനമല്ലേ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മളിത് ആ മാവ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊക്കെ ചുട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാവ് കണ്ടപ്പോൾ ചൂടോടുക്കനെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോതി. അപ്പം നമ്മൾ ചൂടോടുക്കനെ 2 ദോശയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ചുട്ടിട്ട് ദോശ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ അത് പച്ചരിയും തേങ്ങയും മാത്രം ചേർത്തിട്ടുള്ള അപ്പമാണ്. അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ. പുളിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത്താത്ത ഇതുപോലെ ചെയ്ത് വെച്ചാണ് കേട്ടോ മാവ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ആവശ്യക്കാർക്ക് ഇതുപോലെ ചൂട് കൊടുക്കാനായിട്ട് ചൂടാച്ചിട്ടിരിക്കണം. അപ്പോൾ തണുത്തതും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ അപ്പം കഴിക്കാൻ കേട്ടോ. അപ്പോൾ മോളൂസും കൊണ്ടൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളൂനൊക്കെ മോനൊക്കെ കഴിക്കുന്ന സമയത്ത് കൊടുത്തു നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ചായയൊക്കെ കുടിക്കട്ടെ, കട്ടൻ ചായയാണ്. പിന്നെ അതിൻ്റെ ശേഷം ആ വെയിലൊക്കെ ഇങ്ങനെ ഇറച്ചി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയിക്കണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ, കുറച്ച് നേരം കിടന്നുറങ്ങുക. അപ്പോൾ ഇതിന് മറ്റുള്ള പണികളൊക്കെ ഒരൊക്കെ തീർത്തിക്കണ് കേട്ടോ. പിന്നെ നമ്മളിതാ തളാൻ്റെ വീട്ടിലേക്ക് പോന്നിക്കണ് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇവരൊക്കെ അരി ഉണക്കണൊക്കെ ഉണ്ട്, കഴുകി ഉണക്കുന്നുണ്ട്, അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പെരപ്പണി എന്തായിരുന്നു ഒരുപാട് കൂട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട് പണി നമ്മളെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിക്കുള്ള മണലൊക്കെ അതടിച്ചിട്ടിരിക്കണ് തേപ്പിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ മോളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ ഇവിടെ അരിയൊക്കെ കഴുകി ഉണക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തുണിയും കൂടി ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് നേരം കൊണ്ട് തന്നെ അരിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ വല്ലാതെ ചൂടൊന്നുമില്ല കേട്ടോ, ഓടിട്ട് വീടായ കാരണം. പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം നേരത്തെ സാമ്പാറുണ്ട്, അച്ചാറ്, അതുപോലെ പരിപ്പും മുരിങ്ങയിലല്ല കേട്ടോ, ചീരണ്ടല്ലോ അതും കൂടി ഉപ്പേരി ഉണ്ടാക്കിയാണ്. പിന്നെ ഇത് പാവക്കയാണ്, പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റണില്ല, കാരണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോരുകയാണ്, വൈകുന്നേരമായിട്ട് പോരുന്നത് 6 മണീൻ്റെ സമയത്താണ്. പിന്നെ നമ്മൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ജ്യൂസ് അടിക്കലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സമയത്ത് നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലായി അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മൾ പോരുന്ന സമയത്ത് അത് ഉച്ചയ്ക്ക് മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, വണ്ടി ഇരുന്നിട്ട് എൻ്റെ മോൾ ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ എളാപ്പാൻ്റെ മോൻ തന്നെയാണ് കേട്ടോ നമ്മളെ കൊടുന്നായി തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.